നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ ഇരുട്ടുമുറിയിൽ കഴിയുകയാണ്. ആ ഇരുട്ടുമുറിയിൽ കഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം കയ്യിലിരിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. കയ്യിലിരിപ്പ് നന്നായില്ലെങ്കിൽ ഇങ്ങനെ ഇരുട്ടുമുറിയിലും ഗുഹകളിലും മാളങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. ഈ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ധൈര്യശാലി, ബ്രാക്കറ്റിൽ സ്ത്രീകളോടൊപ്പം, ഈ ധൈര്യശാലി ഈ കേരളത്തിൽ ഓടി നടന്ന് കണ്ട ആ വാക്കുകൾ, പല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കണ്ട പരിപാടിയെല്ലാം നടത്തി ഒടുവിൽ ഗർഭഛിദ്രവും നടത്തി ഭ്രൂണഹത്യയും നടത്തി നിൽക്കുന്ന ഒരു വലിയ മഹാനായ ഒരു നേതാവുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പൊ ഗർഭഛിദ്രം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ നേതാവിന്റെ, യുവ നേതാവിന്റെ മുഖമാണ്. ആ യുവ നേതാവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് താൻ വലിയ ആളായി എന്നുള്ള നിലയ്ക്കാണ് ആ പോസ്റ്റ്. എടോ വിജയ എന്ന് ഒരു തവണ വിളിച്ച ഓർമ്മ മാത്രം ഉണ്ടാകുമായിരിക്കും. ആ ഒരു ഓർമ്മയെ തുടർന്നിട്ടാണല്ലോ, എന്തിനേറെ പറയാൻ, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ, അതുവരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന സ്വന്തം പാർട്ടിയിലെ, കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയെ പോലും തെരുവിലിട്ട് അധിക്ഷേപിക്കാൻ മാത്രം വളർന്ന ഒരു നേതാവ്, സംസ്കാരശൂന്യൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ആ സംസ്കാരശൂന്യനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 15 മിനിറ്റ് തൽക്കാലത്തേക്ക്, അത് ഓവർലോഡ് കാരണം 15 മിനിറ്റ് നേരം വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ. നമുക്കറിയാം, അത് പ്രഖ്യാപിതമെന്നൊക്കെ നമുക്ക് പറയാം. KSEB അതിന്റെ വിശദീകരണമെല്ലാം വളരെ കൃത്യമായി കൊടുത്തിട്ടുമുണ്ട്. 15 മിനിറ്റ് നേരം. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അബദ്ധം പറ്റിയിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം. ഈ 15 മിനിറ്റ് കറണ്ട് പോയ ഉടനെ ഈ പറയുന്ന, നമുക്കറിയാമല്ലോ, ഇരുട്ടിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. കാര്യം PV അൻവറിന്റെ വീട്ടിലേക്ക് പോയതിന് രാത്രി 11:45 സമയത്താണ്. അപ്പോൾ ആ ഇരുട്ടിന്റെ ദൈർഘ്യം കുറഞ്ഞു പോയതിലുള്ള ഒരു വൈരാഗ്യമോ വിദ്വേഷമോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടായ ഇച്ഛാഭംഗമോ ഒക്കെ ആയിരുന്നിരിക്കാം ഇങ്ങനെ ഒരു പോസ്റ്റ് അത് ഫേസ്ബുക്കിൽ ഇടാനുണ്ടായ കാരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഏത് ഡാഷ് മോനാണ് മുക്കിയ മന്ത്രി എന്നാണ് കൊടുക്കുന്നത്. മുക്കുക എന്ന് പറയുന്ന വാക്ക് അങ്ങനെ വരുള്ളൂ രാഹുലിനെ സംബന്ധിച്ച്. രാഹുൽ മാങ്കൂട്ടം മുക്കുക ആയിരുന്നു, കക്കുകയായിരുന്നു എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ 10 പേര് അറിഞ്ഞു തുടങ്ങിയത്? പ്രാഥമികമായി, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ചാനൽ ചർച്ച വിട്ടേക്കൂ, അതിനുശേഷം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞു തുടങ്ങിയത്? 10 പേര് അറിഞ്ഞു തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? വ്യാജ ID കാർഡ് സ്വന്തം സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള കുറ്റകരമായ പ്രവൃത്തി കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യം കേരളത്തിൽ അറിഞ്ഞു തുടങ്ങിയത്. അല്ലാതെ അറിഞ്ഞു തുടങ്ങാൻ രാഹുൽ മാങ്കൂട്ടം പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കാളിയായിരുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഇവിടുത്തെ വിമോചന സമര കാലഘട്ടത്തിൽ എടുത്തുവരുത്ത് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന ഒരാളൊന്നും അല്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം അറിഞ്ഞു തുടങ്ങിയത് തന്നെ ഈ പറയുന്ന വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോട്ടെ, എല്ലാവർക്കും സഹിക്കാം. അങ്ങനെ വ്യാജ തിരിച്ചറിയൽ കാർഡും ആയിക്കൊണ്ട് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലേക്ക് കയറിയിരുന്നു. ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിൽ ഇരിക്കെ തന്നെ വീണ്ടും അടുത്ത ആരോപണം എന്താ ഉയർന്നു വരുന്നു? എന്താണ്? ഇവിടെ പണം വെട്ടിച്ചു. അതിനിടയ്ക്കൊരു ആരോപണം വന്നുപോയി, ഒരു മാധ്യമ പ്രവർത്തകയോട് മോശമായ രീതിയിൽ പെരുമാറുകയോ ആ പെൺകുട്ടിയായിട്ട് എന്തോ അവിഹിതമായ ബന്ധമുണ്ടാക്കി വെക്കുകയും അതിനെ തുടർന്ന് ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ അതൊക്കെ കല്ല് വെച്ച നുണയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഹിറ്റാകാനുള്ള എല്ലാ സാധ്യതകളിലേക്കും വരികയായിരുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഇവിടുത്തെ നമുക്കറിയാം, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുക്കി എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് രണ്ടാമതായി ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിന്റെ പേര് കേരളം കേൾക്കുന്നതെല്ലാം തന്നെ ഒട്ടും നല്ല രീതിയിലായിരുന്നില്ല, കുപ്രസിദ്ധി എന്ന് പറയുന്ന ഒന്നിലായിരുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു യുവതി മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് എന്താ പറയുക പ്രസംഗിച്ച സമയത്താണ്, അല്ലെങ്കിൽ മാധ്യമ സമ്മേളനം വിളിച്ച സമയത്താണ്. അതിനെ തുടർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടം കേരളത്തിന്റെയും കേരളത്തിന് പുറത്തുമായി നടത്തിയിട്ടുള്ള പല കര ഇടപാടുകളെ കുറിച്ചും പൊതുജനം അറിയുന്നത്. അങ്ങനെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹിറ്റായി. റിനി ആൻ ജോർജ് ഈ പറയുന്ന VD സതീശനുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ താമസക്കാരി ആയതുകൊണ്ട് തന്നെ VD സതീശനെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ കോൺഗ്രസിൽ നിന്നും പിരിച്ചുവിട്ടു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഈ രീതിയിൽ, ഈ 3 രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത്. അതിനു മുൻപ് അദ്ദേഹം ഇവിടെ എത്തി
നമുക്കറിയാവുന്നതുപോലെ പാലക്കാടുകാർക്ക് ഷാഫി പറമ്പിൽ കൊടുത്ത ഒരു സമ്മാനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത്രയും വലിയ സമ്മാനം കൊടുക്കണ്ടായിരുന്നു ഇപ്പോൾ പാലക്കാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ വലിയ വായിൽ മുഖ്യമന്ത്രിയെ ഇങ്ങനെ സംബോധന ചെയ്തിരിക്കുന്നത്. നാണമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾക്ക്? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അത്രയ്ക്ക് തൻ്റെടിയും തണ്ടല്ലുറപ്പുള്ള ഒരുത്തനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നേരിട്ട് ചെന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം, ചങ്കുറപ്പ് കാണിക്കണം. അല്ലാതെ ഏതെങ്കിലും മാളത്തിൽ കയറി ഇരുന്നു കൊണ്ട് ഇമാതിരി പണി കാണിക്കുകയല്ല വേണ്ടത്. ഇതേപോലെ മാളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു രാഹുൽ ഈശ്വറിന് ഒരു ഇന്റർവ്യൂ കൊടുത്തൊക്കെ ഓർമ്മയുണ്ടല്ലോ, സെട്രിസിനും പാരസിറ്റാമോളും കഴിച്ചുകൊണ്ടാണ് രാത്രിയിൽ ഉറക്കം കിട്ടുന്നതെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന ലക്ഷണമാണ് കണ്ടുവരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇവിടുത്തെ DYFIക്കാരുണ്ട്, വളരെ മാന്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ നടത്തിയിട്ടുള്ള നാണംകെട്ട എന്താ പറയുക പരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഇപ്പോഴും എന്തോ ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വിശ്വസൻ പ്രശോഭ് പാലക്കാട്ടുകാരനാണ്. ഇവരെയൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. പിന്നെ എങ്ങനെ നന്നാവാനാണ് ഇനിയും വരുന്ന തലമുറ? അത് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ നിലവാരത്തിലേക്ക് അധപ്പതിച്ചു കഴിഞ്ഞു. പെണ്ണ് പിടിക്കുക, അതാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അല്ലെങ്കിൽ ഗർഭം കലക്കുക, എന്നിട്ട് തനിക്ക് വേറെ ആരെയൊക്കെ പരിചയമുണ്ട്. ഇപ്പം പ്രക്ഷോഭം ചെയ്ത് എന്താ, എൻ്റെ പോക്കറ്റിൽ കിടക്കുകയാണ് VK ശ്രീകണ്ഠൻ, എൻ്റെ പോക്കറ്റിലാണ് ഷാഫി പറമ്പിൽ, എൻ്റെ പോക്കറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരെല്ലാം കിടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ എന്ത് തോന്നിവാസം കാണിക്കാം കേരളത്തിൽ? അതേപോലെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 10-ലധികം വരുന്ന സ്ത്രീകളുടെ പരാതിയിന്മേലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ വലിയ ഗീർവാണം മുഴക്കുന്നത്. കോൺഗ്രസ്സുകാർ പോലും വീട്ടിൽ കയറ്റാൻ മടിക്കുന്ന ഒരു നേതാവല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ CR മഹേഷ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയുടെ MLA വീട്ടിൽ പോയി കണ്ടത്? രാഹുലിൻ്റെ വീട്ടിൽ പോയി കാണുകയായിരുന്നു. അപ്പോൾ അതും കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്ന സത്യമാണത്. ആ രാഹുലാണ് പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത്. ഏത് ഡാഷ് മോനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ഇത് രാഷ്ട്രീയ മാന്യത ഇല്ല എന്ന് സ്വയം വിളിച്ചോതുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ മാന്യതയുള്ളവനല്ലേ വീണ്ടും രാഷ്ട്രീയ മാന്യത ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവിടെ മുഖ്യമന്ത്രി ആയാലും മുക്കുക എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ബ്രാൻഡ് നെയിമാണ് മുക്കുക, അല്ലെങ്കിൽ ബ്രാൻഡായിട്ടുള്ള അത് ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ് ആ വേർഡ് മുക്കുക. കാര്യം യൂത്ത് കോൺഗ്രസിനെ കൊണ്ടേ മുക്കാനും കക്കാനും നക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. അത് തെളിയിച്ചിട്ടുള്ളവരാണ്. പിന്നെ കലക്കാനും പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ആഡ് ചെയ്യേണ്ട ഒരു വാക്കാണ് കലക്കുക. എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലായി, ഗർഭം കലക്കുക. അപ്പോൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംഘടനയിൽപ്പെട്ട ഒരാൾ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയുന്നു പറഞ്ഞിട്ട് എന്ത് സംഭവിക്കാനാ? എടോ വിജയ എന്ന് വിളിക്കുക. ഇതിനാണ് പറയുന്നത് രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്നൊരു സാധനം. എടോ വിജയ എന്ന് വിളിക്കുക. കേരളത്തിൽ ഇതുവരെ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, എത്ര ഇടതുപക്ഷ നേതാക്കന്മാരും CPM DYFIയിലൊക്കെ നല്ല ചുണക്കുട്ടികളുണ്ട്. അവരാരെങ്കിലും ഈ പറഞ്ഞ K സുധാകരനെ ഈ രീതി വിളിച്ചിട്ടുണ്ടോ? ഡാഷ്മോൻ സുധാകരൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പലരും വിളിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ വിളിച്ചിട്ടുണ്ട് സ്വന്തം നേതാക്കന്മാരെ. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ പോലും നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്ന പല വിളിപ്പേരുകളും ഉണ്ട്. ഈ VD സതീശനെ നിങ്ങൾ കേക്കച്ചാന്ന് വിളിച്ചത് ആരാ? VD സതീശനെ വിളിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയതിന്റെ വൈരാഗ്യം മൂത്ത് നിൽക്കുന്ന ഒരുപറ്റം കോൺഗ്രസ് നേതാക്കൾ കയറിയിട്ടാണ് ഈ പറയുന്ന VD സതീശനെ കേക്കച്ചൻ എന്ന് വിളിച്ചു അല്ലേ? ഇപ്പൊ വേണ്ട KC വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-കാരാണോ? അല്ല, അതും കോൺഗ്രസ്സുകാരാ. അപ്പൊ സ്വന്തം പാർട്ടിയിൽ എല്ലാ എണ്ണവും ഈ പറയുന്ന അച്ഛനെ അളിയാന്ന് വിളിക്കുന്ന ടീമുകളാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു മകുടോദാഹരണമാണത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്ന് വീണിരിക്കുന്നത്. പിന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീഴൂ, അത് അതിൻ്റെ ഒരു സംസ്കാരമാണ്. കാര്യം റീല് ചിത്രീകരിക്കാൻ വേണ്ടി സ്വന്തം അമ്മയെയും പെങ്ങളെയും അളിയനെയും പോലും ഈ രീതിയിൽ നാണം കെട്ട് അഭിനയിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരാളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നറിയാമല്ലോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ വിഷു ആഘോഷിക്കുന്നു, കണി കാണുന്നു. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അത് രാവിലെ നമ്മൾ എണ്ണീറ്റ് കണി കാണും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ മാത്രം രാവിലെ 9 മണിയാകാതെ കണി കാണാൻ പറ്റത്തില്ല. അത് വാച്ചിനകത്ത് നമ്മൾ രാഹുൽ മാങ്കൂട്ടം അമ്മയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്തിനാണ് രാഹുലെ ഇങ്ങനെ സ്വയം തരം താഴുന്നത്? സ്വന്തം വീട്ടുകാരെ പോലും ഇങ്ങനെ കോമാളി വേഷം കെട്ടിക്കുന്നത് എന്തിനാണ്? സ്വന്തം വീട്ടുകാരെ പോലും ഇത്രയും കാലം 10 മാസം നൊന്ത് പ്രസവിച്ച് നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്നതല്ലേ? ആ അമ്മയോടെങ്കിലും ഒരു അല്പം മര്യാദ കാണിക്കാമായിരുന്നു രാഹുലെ നിങ്ങൾക്ക്. റീൽ ചിത്രീകരണത്തിനായിട്ട് സ്വന്തം കുടുംബക്കാരെ അഭിനയിപ്പിക്കുന്ന തരംതാണ ഒരാൾ, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ DYFIക്കാരെ വെല്ലുവിളിച്ചു, അനാശാസ്യം നടത്തുക DYFIക്കാരെ പൊതിച്ചോറിന്റെ മറവിലെന്ന് പറഞ്ഞു. അതേ ആള് തന്നെ അനാശാസ്യത്തിന്റെ പേര് തന്നെയല്ലേ പിടിയിലാവുന്നു അകത്താവുന്നതും. എന്നിട്ട് വലിയ ധൈര്യശാലിയായി രാഹുൽ മാങ്കൂട്ട രായ്ക്ക് രാമായണം പറന്ന് നടക്കുകയായിരുന്നു പലരുടെയും വണ്ടി എടുത്തുകൊണ്ട്.
ഏതോ ഒരു കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിച്ചപ്പോൾ അത് സ്വന്തം പേര് സ്മൈൽ പദ്ധതിയാക്കി മാറ്റിയതും ഇത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? അപ്പം ഇതൊക്കെയാണ് പറയുന്നത്. രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ മാന്യതയും അത് പുലർത്തേണ്ടത് തന്നെയാണ്. അത് വെറുതെ വഴി കിടന്ന് കിട്ടത്തില്ല. അല്ലെങ്കിൽ യൂട്യൂബിൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു സാധനമല്ല ഈ പറയുന്ന രാഷ്ട്രീയ മര്യാദയും മാന്യതയും. അത് ഉണ്ടാകേണ്ടതാണ്. അതിന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുള്ള പരിചയം വേണം. കാലുവാരിയും കുതുകാല് വെട്ടിയും ജീവിച്ചാൽ അതുണ്ടാവുന്ന കാര്യമല്ല. രാഷ്ട്രീയത്തിൽ നേരെ പ്രവർത്തിച്ച് പരിചയമുണ്ടാവണം. എങ്കിൽ മാത്രമേ രാഷ്ട്രീയ മാന്യതയും മര്യാദയും ഉണ്ടാവൂ. മുൻപേ നടന്നവരോട് അതെങ്ങനെയാ? മുൻപേ കണ്ടുപിടിച്ചത് ഷാഫി പറമ്പിലിനെയാണല്ലോ. പിന്നെ എങ്ങനെയാ ഇതൊക്കെ പഠിക്കുക? ഇനിയും മുൻപേ വരുന്ന കുറേ യൂത്തന്മാർ കണ്ടുപിടിക്കുക നിങ്ങൾ രണ്ടുപേരെയും ആണല്ലോ, ഈ ഷാഫിയെയും രാഹുലിനെയും ആണല്ലോ. അവർ പിന്നെ എങ്ങനെ നല്ലത് പഠിക്കും? അപ്പം പിന്നെ അതിന് തൊട്ടു മുമ്പുള്ള VD സതീശനെ കണ്ടുപിടിച്ചതാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഷാഫിയും രാഹുലും വേറെന്തോ കണ്ടുപിടിക്കാനാ? കാലുവാരലും തൊഴുതി ഇനത്തിൽ കുത്തും അല്ലാതെ വേറൊന്നും കോൺഗ്രസ്സുകാരിൽ ആയി ജനിച്ചു കഴിഞ്ഞാൽ കണ്ടുപഠിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. രാഹുൽ മാങ്കൂട്ടം പഠിച്ച സ്കൂളിൻ്റെ പ്രശ്നമാണെന്നേ. രാഹുൽ പക്ഷെ കൃത്യമായി തന്നെ കോൺഗ്രസിൽ തന്നെ ചേർന്നു. അത് പിന്നെ അതൊരു ഗുണമാണ്, അത് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് പിന്നെ ഇത് കണ്ടുപിടിക്കുന്നെങ്കിൽ വേണം ഇടതുപക്ഷത്തോടൊക്കെ നോക്കി നോക്കും. പറ്റുമെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ആ DYFIക്കാരെയും പിന്നെ 30 വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നിട്ട് എന്തായി? 30 പോയിട്ട് 3 എഴുതാൻ പറ്റിയോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റിയോ? ഇല്ലല്ലോ. അതേസമയം പിന്നെ അവർ 100 വീടിന് പൈസ കൊടുത്തു, 20 കോടി രൂപ കൊടുത്തു. ഇത് പിരിച്ചെല്ലാം വെട്ടിച്ചു. 1 കോടി 5 ലക്ഷം രൂപ പിരിച്ചെന്നിട്ട് പുതിയ പിന്നെ ഒരു ബലിമൃഗം വന്നിട്ടുണ്ടല്ലോ, OJ ജനീഷ് പറയുന്നുണ്ട്. അതുള്ളതാണോ സത്യമാണോ തമ്പുരാൻ അറിയാം. അപ്പോൾ എന്ത് തന്നെയാലും വയനാടുകാർക്ക് വീട് കിട്ടത്തില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ബോധ്യമായി. അപ്പോൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീരെ രാഷ്ട്രീയ മര്യാദയില്ലാത്ത വർത്തമാനമാണ് ഈ രീതിയിലൊരു മുഖ്യമന്ത്രി വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് വലിയ സ്റ്റാറായിട്ടൊന്നും നിൽക്കാൻ നോക്കണ്ട രാഹുൽ മാങ്കൂട്ടത്തിലെ. നിങ്ങൾക്ക് എന്നും ചാർത്തപ്പെട്ട ഒരു പേരുണ്ട്, ഗർഭം കലക്കി. ആ പേരിൽ നിന്നും ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ മോചനം ഉണ്ടാവുകയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.